തദ്ദേശ തെരഞ്ഞെടുപ്പിന് എപ്പോഴത്തേക്കൊരു തീയതി കുറിക്കും, എപ്പോഴത്തേക്കൊരു ഡേറ്റ് കാണും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതാണ് ഇന്നിപ്പോൾ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ആകാംക്ഷ. അതെ, തീയതികൾ ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉച്ചയ്ക്ക് 12 മണിക്ക് വാർത്താ സമ്മേളനം നടത്തും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇന്ന് മുതൽ നിലവിൽ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യെസ്, സുനിൽ ഐസക് വിശദാംശങ്ങൾ നൽകാൻ. സുനിൽ, അങ്ങനെ നമ്മൾ മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിലേക്ക് കൂടി, അതിന്റെ തിരക്കുകളിലേക്ക് കൂടി കാലെടുത്ത് വെക്കുകയാണ്. ഇന്നിപ്പോൾ 12 മണിക്ക് വാർത്താ സമ്മേളനം. ഇപ്പം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇന്ന് മുതൽ നിലവിൽ വരുന്നു. അപ്പോൾ എപ്പോഴത്തേക്കൊരു ഡേറ്റ് കുറിക്കപ്പെടാനാണ് സാധ്യത? സ്വാഭാവികമായി നമുക്കൊരു മാസം തന്നെയെങ്കിലും പ്രചാരണത്തിന് സമയം കൊടുക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ എപ്പോഴത്തേക്കൊരു ഡേറ്റ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? സിഫു, ഇനി വരുന്ന ഏതാണ്ട് ഒരു മാസക്കാലം കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ആഘോഷത്തിന്റെ ലഹരിയാണ്. തെരഞ്ഞെടുപ്പ് ആഘോഷ പോരാട്ടത്തിലായിരിക്കും ആളുകളെല്ലാം ഉണ്ടാവുക, രാഷ്ട്രീയ കക്ഷികളും മുന്നണികളും ഒക്കെ ഉണ്ടാവുക. അങ്ങനെ എങ്ങും ഒരു തെരഞ്ഞെടുപ്പ് അലയൊലികൾ മാത്രമുള്ള ഒരു മാസത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നേരത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു, അതായത് ഏറ്റവും അടിത്തട്ടിൽ തൊട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് അതിന്റെ ഏറ്റവും ഒരു ഗ്രാസ് റൂട്ട് ലെവൽ വരെ, അവിടെ മുതൽ അങ്ങോട്ട് തുടങ്ങി ഏറ്റവും മുകളിൽ വരെ നിൽക്കുന്ന ഒരു വലിയ ആഘോഷത്തിനാണ് ഇനി വരുന്ന ഒരു മാസം കേരളം സാക്ഷ്യം വഹിക്കുക. അതിന്റെ തീയതി പ്രഖ്യാപനമാണ് ഇന്ന് ഉച്ചയ്ക്ക് നടക്കാൻ പോകുന്നത്. 12 മണിക്കാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. 12 മണിക്ക് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും. അതായത് നേരത്തെ സേഫ് പറഞ്ഞതുപോലെ ഇന്നു മുതൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കൂടി നിലവിൽ വരാൻ വേണ്ടി പോവുകയാണ്. ഇന്നറിയാം നമുക്ക് കേരളത്തിൽ എന്തു മുതലാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കുക എന്നത്, എന്നാണ് നാമനിർദ്ദേശ പത്രിക നൽകേണ്ടത്, എന്നാണ് പിൻവലിക്കേണ്ടത്, എത്ര ഘട്ടങ്ങളായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. സ്വാഭാവികമായും പറഞ്ഞു കേൾക്കുന്നതനുസരിച്ചാണെങ്കിൽ 3 ഘട്ടങ്ങളായിട്ടാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നാണ് ആദ്യഘട്ടത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോൾ ലഭ്യമാവുന്ന വിവരം. അത് ഏതൊക്കെ ദിവസങ്ങളിലാണ്, എത്ര ഘട്ടങ്ങളായിട്ടാണ്, ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്തായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക, എന്നാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അവസാനിക്കുക എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഡിസംബർ 20 പുതിയ ഭരണസമിതി അധികാരത്തിലെത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും അതിനു മുമ്പ് എല്ലാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കും. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. അങ്ങനെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും അതിന്റെ തെരഞ്ഞെടുപ്പ് തീയതിയൊക്കെ ഇന്ന് കൃത്യമായി പ്രഖ്യാപിക്കും. കഴിഞ്ഞ തവണത്തെ പോലെ പല ഘട്ടങ്ങളായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആദ്യഘട്ടം എന്നായിരിക്കുമെന്നാണ് നമുക്ക് അറിയേണ്ടത്. അതിന്റെ അടുത്ത ആദ്യഘട്ടത്തിൽ ഏതൊക്കെ ജില്ലകളാണ് ഉൾപ്പെടുക, ഏതൊക്കെ തലങ്ങളാണ് ഉൾപ്പെടുക എന്നതും അറിയേണ്ടതുണ്ട്. അങ്ങനെ കൃത്യമായ വിവരങ്ങൾ 12 മണിയോടുകൂടി പുറത്തു വരും. അതിനുശേഷം സ്വാഭാവികമായും നമുക്കറിയാം, മുന്നണികളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾ പ്രചരണമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിമത സ്ഥാനാർത്ഥികൾ പോലും പലയിടങ്ങളിലും രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. അവർ പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയ കാഴ്ചകളൊക്കെ നമ്മൾ കുറേ ദിവസങ്ങൾ കൊണ്ട് കണ്ടു. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലായതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചാണെങ്കിൽ UDF ഒക്കെ അവരുടെ സ്ഥാനാർത്ഥികളെ ഒരാഴ്ച മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. BJPയും കഴിഞ്ഞ ദിവസം അവരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. CPM അവരുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഇന്ന് രാവിലെ 10 മണിക്ക് പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വരുന്നതിന് മുമ്പേ തന്നെ CPMഉം അവരുടെ സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ച് അവരും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുകയാണ്. പലയിടങ്ങളിലും നിന്ന് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നതാണ്. അതായത് പല കോർപ്പറേഷനുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ, അപൂർവമായ ചില ഇടങ്ങളിലൊക്കെ തർക്കം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും 1-2 ദിവസങ്ങൾ കൊണ്ട് സ്ഥാനാർത്ഥികളും കളത്തിലിറങ്ങും. അതോടെ കേരളം പൂർണ്ണമായും ഒരു തെരഞ്ഞെടുപ്പ് ആരവത്തിലേക്ക് അമരും.